വാഗ്ദേവി ഭോജ്ശാലയിലേക്ക് മടങ്ങിവരും. ഭോജ്ശാലയിലെ ഗർഭഗൃഹത്തിൽ 700 വർഷങ്ങൾക്ക് ശേഷം കെടാവിളക്ക് തെളിയുമ്പോൾ വാഗ്ദേവതയെ കാത്തിരിക്കുകയാണ് ഭോജ്ശാല. ഭോജ്ശാലയെ അയോധ്യയുടെ മാതൃകയിൽ രാജ്യത്തെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി വികസിപ്പിക്കും. മുൻപ് ബ്രിട്ടീഷുകാർ ലണ്ടനിലേക്ക് കടത്തിയ യഥാർത്ഥ വാഗ്ദേവി വിഗ്രഹം നിയമപരമായ നടപടികളോടെ ഇന്ത്യയിൽ തിരിച്ചെത്തിച്ച് ഇവിടെ പുനഃപ്രതിഷ്ഠിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സാവിത്രി ഠാക്കൂർ പറഞ്ഞു. ദശാബ്ദങ്ങളെ തർക്കം നിലനിന്നിരുന്ന മധ്യപ്രദേശിലെ ധാറിലുള്ള ചരിത്രപ്രസിദ്ധമായ ഭോജ്ശാല സമുച്ചയം അടിസ്ഥാനപരമായ സരസ്വതി ക്ഷേത്രമാണ് എന്ന ഹൈക്കോടതിയുടെ സുപ്രധാന പ്രഖ്യാപനത്തിന് പിന്നാലെ വിപുലമായ പൂജാ ചടങ്ങുകൾ നടന്നു. കോടതി ഉത്തരവ് പുറത്തുവന്നതോടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മുൻപുണ്ടായിരുന്ന നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുകയും ഹൈന്ദവ വിശ്വാസികൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കുകയുമായിരുന്നു. ഇതിന്റെ ഭാഗമായി ഏതാണ്ട് 7 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഭോജ്ശാലയുടെ പ്രധാന ഗർഭഗൃഹത്തിൽ അഖണ്ഡ ജ്യോതി വീണ്ടും തെളിയിക്കപ്പെട്ടത്. വേദമന്ത്രോച്ചാരണങ്ങളുടെയും പരമ്പരാഗത വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് ഈ ചടങ്ങുകൾ പൂർത്തിയാക്കിയത്. ആരാധന ആരംഭിക്കുന്നതിന് മുന്നോടിയായി സമുച്ചയത്തിലുടനീളം ഗംഗാജലം തളിച്ച് ശുദ്ധീകരണ പ്രക്രിയകൾ നടത്തിയിരുന്നു. തുടർന്ന് പൂജകൾ തടസ്സമില്ലാതെ നടക്കാനായി ബ്രാഹ്മണരുടെ നേതൃത്വത്തിൽ പ്രത്യേക നവഗ്രഹ പൂജയും സംഘടിപ്പിച്ചു. 2003 ശേഷം ആദ്യമായാണ് പൂർണ്ണമായ ആചാരവിധികളോടെ സരസ്വതി ദേവിയുടെ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിക്കുന്നത്. AD 1034 ഭോജ പർമര രാജവംശത്തിലെ രാജ ഭോജനാണ് ഈ സരസ്വതി ക്ഷേത്രവും പ്രശസ്തമായ സംസ്കൃത പഠന കേന്ദ്രവും നിർമ്മിച്ചത്. 1305 അലാവുദ്ദീൻ ഖിൽജിയുടെ സൈന്യം നടത്തിയ അഥനിവേസ്തലി ക്ഷേത്രം തകർക്കപ്പെട്ടു. തുടർന്ന് ഇതിന്റെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് അവിടെ കമാൽ മൗല മസ്ജിദ് നിർമ്മിക്കുകയായിരുന്നു. ദീർഘകാലത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഈ സമുച്ചയം യഥാർത്ഥത്തിൽ വാഗ്ദേവി ക്ഷേത്രമാണെന്ന് മധ്യപ്രദേശ് ഹൈക്കോടതി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഭോജ്ശാലയെ അയോധ്യയുടെ മാതൃകയിൽ രാജ്യത്തെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി വികസിപ്പിക്കും മുൻപ് ബ്രിട്ടീഷുകാർ ലണ്ടനിലേക്ക് കടത്തിയ യഥാർത്ഥ വാഗ്ദേവി വിഗ്രഹം നിയമപരമായ നടപടികളിലൂടെ ഇന്ത്യയിൽ തിരിച്ചെത്തിച്ച് അവിടെ പുനഃപ്രതിഷ്ഠിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സാവിത്രി ഠാക്കൂർ പറഞ്ഞു. ഈ നീക്കങ്ങൾക്ക് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവും പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പുരാവസ്തു വകുപ്പിന്റെ മേൽനോട്ടത്തിൽ വരും ദിവസങ്ങളിൽ പ്രദേശത്ത് വികസന പ്രവർത്തനങ്ങൾ ശക്തമാക്കാനാണ് തീരുമാനം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.